ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ചന മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ടിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. ഈ ഒരു ചന മസാല നമുക്ക് പൂരീൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഉച്ചയ്ക്ക് ബാക്കിയായിട്ടുള്ള ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് രാത്രിയാണ് ഉണ്ടാക്കുന്നത്, ഡിന്നറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ബാക്കിയായിട്ടുള്ള ചോറ് എടുത്തിട്ടുണ്ട്. പൊന്നി അരിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അരിൻ്റെ ചോറ് വേണമെങ്കിലും എടുക്കാം. മട്ട അരി ആകുമ്പം നമ്മൾ മൈദ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. ഈ ഒരു വൈറ്റ് കളറുള്ള അരി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തലേ ദിവസത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് നന്നായിട്ട് വെന്തിട്ടുള്ള ചോറെടുക്കാൻ ശ്രദ്ധിക്കാൻ. നമ്മളത് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെന്തിട്ടുള്ള ചോറെടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി മിക്സിൻ്റെ ജാർ അടിച്ചിട്ട് നമുക്ക് ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവ് പറഞ്ഞത് കൊണ്ട് ഞാനിത് ഒരു മെഷറിങ് കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 250 ml കപ്പിൽ ഒരു കപ്പും പിന്നെ അതിൻ്റെ പകുതിയായിട്ടാണ് എനിക്ക് ബാക്കിയായിട്ടുള്ള ചോറ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് ചോറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ ഒരു മുട്ടേൻ്റെ ഇതിൽ മാത്രമാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്തിട്ട് അരച്ചതാണെങ്കിൽ ഇത് നന്നായിട്ടൊരു പശ പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാനായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു മുട്ട മാത്രം മതി. 1.5 കപ്പിന് ഒരു മുട്ട എന്നുള്ള കണക്കിൽ ചേർത്താലും മതി കേട്ടോ. ഇനി നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ തരിയില്ലാണ്ട് നമുക്കിത് കിട്ടണം. അരച്ചെടുത്തിട്ടുള്ള ചോറ് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപ്പിട്ട ചോറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഉപ്പിടാത്ത ചോറാണെങ്കിൽ ആ ഒരു കണക്കിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഗോതമ്പ് പൊടീൻ്റെ ഇട്ടിട്ടുള്ള റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മുട്ട ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. മൈദ യൂസ് ചെയ്യാത്തവർക്ക്. ഞാൻ ഫസ്റ്റ് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട ചോറാണ്. അപ്പോൾ മൈദക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം എനിക്ക് ഇവിടെ 250 ml ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തത്. അത് പോരാ, നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ ഒരു കപ്പിനടുത്തായിട്ട് വീണ്ടും മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ 2 കപ്പിനടുത്തായിട്ടുള്ള മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കറക്റ്റ് മൈദപ്പൊടിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു ടൈറ്റ് കിട്ടണം. ഒരു പൊറോട്ടയും ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന ആ രീതിയിലുള്ള ഒരു ടൈറ്റ് കിട്ടുന്ന അത്രയും മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അധികം ടൈമൊന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണ്ട. നമ്മളൊരു കറിയെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു ടൈം റെസ്റ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ റെസ്റ്റ് ചെയ്ത് വെച്ചാൽ അത്രയ്ക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാക്കാം കേട്ടോ. ഞാനിവിടെ ഒരു കറി ഉണ്ടാക്കുന്ന ആ ഒരു ടൈം മാത്രമാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഓയിലിങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ വെള്ളക്കടല രാവിലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടേനെ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഓവർനൈറ്റ് കുതിർത്ത് വെക്കുന്നതെങ്കിൽ അങ്ങനെ കുതിർത്ത് വെക്കുക. നന്നായി കഴുകിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കപ്പിനടുത്തായിട്ടുള്ള കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കടല മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു 5-6 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറിക്കാവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അത്രയും ടൈമാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. ഒരു 20 മിനിറ്റ് അങ്ങനെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടൈം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇനി അതിനെ 2 ബോളാക്കിയിട്ട് വീണ്ടും മാറ്റുന്നുണ്ട്.
ഇങ്ങനെ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് അങ്ങനെ പരത്തിയെടുക്കുന്നതെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്നും കൂടി ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത്ര വലിയ ബോളില്ലേ അത് ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചപ്പാത്തിയെല്ലാം പരത്തിയെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കാൻ. അത്ര അങ്ങ് കട്ടി കുറക്കണ്ട, കുറച്ചൊരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതാ ഈ ഒരു കട്ടിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയോ ബട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തില്ല. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കാൻ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വീഡിയോ കാണുന്നത് പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇട്ടെടുക്കാൻ. ഈ ഒരു ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കാൻ കേട്ടോ. ആ ഒരു ലാസ്റ്റ് വരുന്ന ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിതിപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര ചെറുതാക്കണമെന്നൊന്നുമില്ല. നമ്മളിങ്ങനെ ഇതൊരു 5-6 പീസാക്കിയിട്ട് അങ്ങനെ എടുത്താലും മതി. അപ്പോൾ ഞാനിത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി അതിൽ നിന്ന് ഓരോരോ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ. നമ്മൾ ആ ഒരു പൊറോട്ടേൻ്റെ മാവ് ഉണ്ടാവില്ല, ആ ഒരു ഷേപ്പ് കിട്ടും. ഞാനെല്ലാം ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ ലെയർ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ആ അടിഭാഗം ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു റൗണ്ട് ചെയ്തത് നിവർന്നു പോവും. വീഡിയോ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുക്കാൻ. രണ്ടാമത്തെ ബോളും ഞാൻ സെയിം അതേപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് സെയിം അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു വലുപ്പത്തിൽ 23 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിത് കറി ഉണ്ടാക്കുന്ന ആ ഒരു ടൈം വരെ ഒന്നും കൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം സ്റ്റവ് ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം വലുപ്പത്തിലുള്ളത്. കൂടെ തന്നെ 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള നന്നായിട്ട് വഴന്ന് വരണം, നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി സവാള വഴന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി നന്നായി സോഫ്റ്റായി കിട്ടണം. ഇടയ്ക്കായിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് സോഫ്റ്റായി കഴിഞ്ഞാൽ ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികളായിട്ട് ഞാനിതാ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണിനടുത്തായിട്ട് മല്ലിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവുള്ള മുളക് പൊടിയും അങ്ങനെ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണിലും കുറവായിട്ട് നല്ല ജീരകം പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നല്ല ജീരകം എന്ന് വെച്ചാൽ ചെറിയ ജീരകമാണ്, അത് പൊടിച്ചത് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് അതിൻ്റെയൊക്കെ പച്ച മണം മാറുന്നത് വരെ അതിൽ നിന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള വെള്ളക്കടലയില്ലേ അത് ഇട്ട് കൊടുക്കാം. കടല നന്നായിട്ട് വെന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടലയും ആ ഒരു സവാളേൻ്റെ ആ ഒരു മസാലയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാൻ കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പിലും കുറവായിട്ട് തൈര് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ അതിൻ്റെ കട്ടെല്ലാം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പം ഇത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തൈര് ഒഴിച്ചാൽ മതി. അധികം പുളിപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ടുകൊടുക്കാം.
കസൂരി മേത്തി എന്തായാലും വേണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീമെല്ലാം ഉണ്ടെങ്കിൽ ഈ ടൈമിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ട് അടച്ചു വെച്ചു. നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണം കേട്ടോ. നമ്മൾ മൈദ ഒന്നും വെതറേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതല്ലേ, അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ ആ ഒരു ഓയിൽ അതിൻ്റെ ഇതിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പരത്തിയെടുക്കാനേ ഞാൻ ചെറുതാക്കിയിട്ടല്ലേ ഈ ബൗൾ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എനിക്ക് ഇത്ര വലുപ്പമേ പരത്തിയാൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് ഇത് പരത്തിയെടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാൻ. പാന് നല്ല ചൂട് വേണം കേട്ടോ. ആ ഒരു സൈഡിലൊന്നും ആയിട്ട് വെക്കണ്ട, അപ്പോൾ അത്ര ചൂടങ്ങ് കിട്ടില്ല. അതാണ് ഞാനിങ്ങനെ സെൻട്രലായിട്ട് ഈ ഒരു 6 വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ആ സൈഡിലൊക്കെ വെക്കുന്നതാണെങ്കിൽ ഒരുപാട് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു സൈഡിൽ ഇട്ടാൽ അത്ര അങ്ങ് ചൂടായി കിട്ടൂല കേട്ടോ. അപ്പം ആ ഒരു ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. ഇനി ഇതൊന്ന് അപ്പുറത്തെ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഇട്ട് നോക്കിയിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാനായിട്ടാ. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലെല്ലാം ഒന്ന് ആക്കി കൊടുക്കണം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് നല്ല ഓയിലെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെ. അപ്പോൾ ഞാനിത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അധികം അങ്ങ് ഓയിൽ ഇതിൽ ആക്കി കൊടുക്കുന്നില്ല. കുറച്ച് ഓയിൽ എടുത്തിട്ട് എല്ലാത്തിൻ്റെ മുകളിലും ആ ഒരു ചട്ടകം കൊണ്ട് ഇങ്ങനെ ആക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അധികം അങ്ങ് ഫ്ലെയിം ലോയിലേക്ക് വെക്കണ്ട, അപ്പോൾ ആ ഒരു ഇത് ഭയങ്കര ഹാർഡായിട്ട് പോവും. ഇതാ എല്ലാം ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കഴിയും. ഞാനിങ്ങനെ ഡീറ്റെയിലായിട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നും. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിപ്പം ചുട്ട് കഴിഞ്ഞാൽ നമ്മളിത് കാസ്ട്രോളിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. ഇത് മുഴുവനായിട്ടും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു വലുപ്പത്തിൽ എനിക്ക് 23 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇത് വളരെ ചെറുതാണ് കേട്ടോ, കോയിൻ പൊറോട്ട ആ ഒരു ഷേപ്പിലാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റും ഉണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ലെയറായിട്ട് കിട്ടും കേട്ടോ, നമ്മൾ ആ ഒരു പൊറോട്ടേൻ്റെ ഇതിൽ തന്നെ കിട്ടും. അപ്പം ഇതാ നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി നല്ല ടേസ്റ്റാണ്, എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.